തിരുവാങ്കുളം പഞ്ചായത്ത് കൂട്ടിച്ചേർത്ത് തൃപ്പൂണിത്തുറ നഗരസഭ വിപുലീകരിക്കുന്നതിനോട് വ്യത്യസ്ത അഭിപ്രായമാണ് മുന്നണികൾക്കുള്ളത്. നികുതി വർധന ജനങ്ങൾക്ക് ഭാരമാകുമെന്ന് കോൺഗ്രസും ഇനി വികസനം നടക്കണമെങ്കിൽ നഗരസഭയാകണമെന്ന് സിപിഎമ്മും വാദിക്കുന്നു. 10.49 ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന പഞ്ചായത്ത്. ജനസംഖ്യ 21,717. കാർഷിക മേഖലയായി ഇവിടെ കർഷക പെൻഷൻ വാങ്ങുന്നവർ ഏറെയുണ്ട്. മൊത്തം 14 വാർഡുകൾ. പഞ്ചായത്തിന്റേതായ വികസനങ്ങൾ ഏറെക്കുറെ ഇവിടെ നടന്നിട്ടുണ്ട്. വീട്, കുടിവെള്ളം, റോഡ് നിർമ്മാണം എന്നിവയിൽ ഏതാണ്ട് പൂർണ്ണത കൈവരിച്ചെന്ന് ഭരണപക്ഷം പറയുന്നു. മാലിന്യ നിർമ്മാർജ്ജനമാണ് തിരുവാങ്കുളം പഞ്ചായത്ത് നേരിടുന്ന പ്രധാന പ്രശ്നം. ഒപ്പം ഗതാഗതക്കുരുക്കും. ഇതിന് പരിഹാരം കാണാൻ നിലവിൽ പഞ്ചായത്തിൽ സ്ഥലവുമില്ല, സാഹചര്യവുമില്ല. അതുകൊണ്ട് തന്നെ നഗരസഭയായ ശേഷം വികസന വേഗം ഇനിയും കൂടുമെന്നാണ് സിപിഎം പറയുന്നത്. മെയിൻ റോഡിലെ തിരക്ക് പറയാൻ പാരലൽ റോഡ് വേണം. അതുപോലെ വേസ്റ്റ് സംസ്കരണ പ്ലാന്റ് വേണം. അതിനെ പറ്റിയ സ്ഥലം സൗകര്യങ്ങൾ ഇവിടെയില്ല, ഈ പഞ്ചായത്തിലില്ല. മുനിസിപ്പാലിറ്റി ആയാൽ അതിനുള്ള സൗകര്യങ്ങൾക്ക് കുറെ കൂടി ഇപ്പോൾ ഉള്ളതിൽ നിന്നും വ്യത്യാസമായിട്ടുണ്ടാകും. അതേസമയം ഉള്ള വികസനം മുരടിപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസുകാരുടെ വാദം. ഒപ്പം നികുതി ഇനത്തിൽ വർധനയുണ്ടാകും. ഇത് അമിതഭാരം ജനങ്ങളെ അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണ്. ഈ 39 വാർഡിൽ നന്നായി നടക്കാത്ത പ്രവർത്തനം വീണ്ടും ഒരു 14 വാർഡും ഒരു പഞ്ചായത്തും കൂടി ഇവിടെ ചേർത്തപ്പോൾ വീണ്ടും ഭരണത്തിന്റെ അസ്ഥിരത ഉണ്ടാകും. ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടും എന്നതൊഴിച്ചാൽ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേട്ടം എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ജനങ്ങൾ ബുദ്ധിമുട്ടും. തിരുവാങ്കുളം പഞ്ചായത്തിൽ നിലവിലെ 16 വാർഡുകളിലെ കക്ഷിനില 9 LDF, 4 UDF, 1 NCP എന്നിങ്ങനെയാണ്. മനോരമ ന്യൂസ്, കൊച്ചി.